ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 23 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക്. അതിനുമുമ്പ് ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന് സംവിധാനത്തിൽ വന്ന സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. കഴിഞ്ഞ മാസം മെയ് 21 തീയതിയാണ് ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് സിനിമ തിയേറ്റർ റിലീസിന് വന്നത്. ഇപ്പോഴും സിനിമ 4ാമത്തെ ആഴ്ചയായിട്ടും നല്ലൊരു ഹോൾഡിൽ സിനിമ തിയേറ്ററിൽ റണ്ണിങ് ചെയ്യുന്നുണ്ട്, പല സ്ക്രീൻസിലായിട്ട്. ഇന്ന് രാവിലത്തോടെ നമ്മുടെ ആമസോൺ പ്രൈം പടത്തിന്റെ OTT റിലീസ് ഡേറ്റും പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജൂൺ മാസം 18, 19 തീയതി എന്ന ഡേറ്റിൽ തന്നെയായിട്ടാണ് പടം OTT റിലീസ് ചെയ്യുന്ന പല ഭാഷകളിലായിട്ട്. എന്തായാലും പടത്തിന്റെ കളക്ഷൻ പരിശോധിക്കാം. സിനിമയ്ക്ക് വെള്ളിയാഴ്ച കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് നല്ലൊരു കളക്ഷനാണ് കാണാൻ സാധിച്ചത്. 36.5 ലക്ഷമാണ് സിനിമയുടെ വെള്ളിയാഴ്ചയിലെ ബോക്സ് ഓഫീസ്. വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ ആ ഒരു ദിവസം നമ്മുടെ മോളിവുഡ് ടൈംസ് എന്ന സിനിമയിനേക്കാളും കളക്ഷൻ നമ്മുടെ ദൃശ്യം എന്ന സിനിമയ്ക്കാണ്. അതും 4ാമത്തെ ആഴ്ചയാണ് നമ്മൾ നോക്കണം, അതും 4ാമത്തെ വെള്ളിയാഴ്ച. എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ് കാണുന്നുണ്ട് കേരളത്തില് ഈ 4th വീക്ക് ആണേ പോലും. എന്തായാലും പടത്തിന്റെ കഴിഞ്ഞ 23 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് 88,20,00,000 കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഈ വരുന്ന 18 തീയതിയാണ് ജൂൺ പടം OTT റിലീസിന് പോകുന്നത് പല ഭാഷകളിലായിട്ട്. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് ഇനി ആകപ്പാടെ വരുന്ന ലാസ്റ്റ് ശനി ഞായർ തന്നെയാണ് ഈ വരുന്ന 14 തീയതി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും 14, 13 ശനി ഞായർ തന്നെയാണ് വലിയ രീതിയിലൊരു കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് കേരള ബോക്സ് ഓഫീസിന് ഗ്രോസ് ആയിട്ട്. എന്തായാലും കാത്തിരിക്കുക ചെയ്യാം നമുക്ക് കേരളത്തിലെ കളക്ഷൻ ആയിട്ട് ഈ വരുന്ന ശനി ഞായർ, ഇന്നത്തെ കളക്ഷനും നാളത്തെ കളക്ഷനും. എന്തായാലും അത് വെച്ചിട്ടുണ്ടാവും സിനിമ നമ്മുടെ കേരളത്തിലെ 2018 എന്ന സിനിമയുടെ 89 കോടി തകർക്കുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ പടത്തിന് തൊട്ട് പിന്നാലെ തന്നെയായിട്ട് സിനിമയുടെ ഫൈനൽ ക്ലോസിംഗ് വരുന്നതായിരിക്കും. ഇനി ദൃശ്യം എന്ന സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ്, നെറ്റ്, ഓവർസീസ്, ടോട്ടൽ വേൾഡ് വൈഡും പരിശോധിക്കാം നമുക്ക്. സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 108,23,00,000 23 ദിവസം കൊണ്ട്. ഇനി സിനിമയുടെ വിദേശത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 111,70,00,000. പടത്തിന്റെ ഇന്ത്യൻ ഗ്രോസിലാണ് ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ചെറിയൊരു ഡിഫറൻസ് കാണാൻ ചെറുതല്ല, അത്യാവശ്യം നല്ല ഡിഫറൻസ് ആണ്. 2 കോടിയുടെ ഡിഫറൻസ് ആണ് കാണാൻ പറ്റിയത്. ഞാൻ എപ്പോഴും നോക്കുന്ന വെബ്സൈറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഗ്രോസ് അതിൽ കാണിച്ചത് 127 കോടി എന്നാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. 125,55,00,000 നിലവിലെ കളക്ഷൻ ഇപ്പോൾ നോക്കുമ്പോൾ. എന്തായാലും ആ ഒരു വെബ്സൈറ്റിൽ ഇന്ത്യൻ ഗ്രോസ് നമ്പേഴ്സ് ഒന്ന് കൂടി വന്നപ്പോൾ ടോട്ടൽ കളക്ഷനിലോട്ട് വന്നപ്പോൾ 239 കോടിയായി. കാരണം കഴിഞ്ഞ ആഴ്ച വരെയായിട്ട് സിനിമയ്ക്ക് 235, 236 പെട്ടെന്ന് 2 കോടിൻ്റെ ഗ്രോസ് വന്നപ്പോൾ ഡിഫറൻസ് തന്നെയാണ്. അത് ചെറിയ രീതിയിലൊന്നും തിരുത്തിയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ. നിലവിൽ ഇന്ത്യൻ ഗ്രോസ് പടത്തിന് 125,55,00,000. എന്തായാലും സിനിമേൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നിലവിൽ 23 ദിവസം കൊണ്ട് 237,25,00,000. എന്തായാലും നമ്മുടെ ദൃശ്യം എന്ന സിനിമ മഞ്ഞുവൽ ബോയ്സിന്റെ തൊട്ട് പിന്നാലെ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ദൃശ്യം എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. അതിനും പക്ഷേ ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ചാനൽ.